Achu, Achu, Achu. Wake up. Wake up, wake up. Ambudi. Wake up, wake up, wake up. Va. Let's go. Let's go. Come. Wait. I'm going to show you something, okay? Come. Come. And here is the view. ഹലോ, വെൽക്കം ബാക്ക്. ഇത് ഇന്തോനേഷ്യയിലെ വോണോസോബോ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് ഇവിടുത്തെ വ്യൂ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇവിടുത്തെ വ്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റാണ് ഇവിടെ. നല്ല തണുപ്പുണ്ട്. അതേപോലെ തന്നെ ഈ ലേക്ക് സൈഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഇവിടുത്തെ മഞ്ചേർ ലേക്ക് എന്ന് പറയുന്നൊരു ലേക്കാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര റിച്ചാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മുടെ റിസോർട്ട് വരുന്നത് ഈ ഒരു മലയുടെ മുകളിലാണേ. ആ മുകളിൽ എങ്ങനെയാണ് ഈ ലേക്ക് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് വണ്ടടിച്ച് നിന്ന് പോകും. നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ലേക്കാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വോൾക്കാനിക് ഇറപ്ഷൻസൊക്കെ കൊണ്ടിട്ട് ഉണ്ടായ ഒരു ലേക്കാണ്. ഇവിടെ ഒത്തിരി കൃഷിയൊക്കെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ. അത് സൺഫ്ലവറിൻ്റെയൊക്കെ കൃഷിയുണ്ടോ. ഇതേപോലെ ഒരുപാട് വെജിറ്റബിൾസും മുളകൊക്കെയാണ് ഇവിടെ ഒത്തിരി കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ ഫേമസ് ഡിഷായിട്ടുള്ള നാസിഗോറയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ വെജീസും ബുൾസയും പിന്നെ ക്രാക്കേഴ്സുമാണ് വരുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞതും ചേട്ടനും ഫാൽദിയും പിന്നെ മക്കളും എല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് കയറാനായിരുന്നു പാട്. ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. താഴെ ലേക്കിൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമേ. നമ്മൾ പക്ഷെ അങ്ങോട്ടൊന്നും പോയില്ല. ഒരു ദിവസം മാത്രമേ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തോളൂ. ഇനി നമുക്ക് റെഡിയായി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളെല്ലാവരും ചെക്കൗട്ട് ചെയ്യാനേ. അപ്പോൾ ഫാൽദി ഉണ്ട്, ഫാൽദിയുടെ ഫാമിലി, സൂസി, പിന്നെ ജെയ്ഡിൻ്റെ ഫാമിലി, പിന്നെ ഞങ്ങളും എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുവാണേ. ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ വ്യൂ. കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ട്രാവലർ. ഇതിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ലഗേജസ് എല്ലാം കയറ്റി നമ്മൾ ഇനി അടുത്ത മല ഇറങ്ങുവാണേ. ഇവിടെ ഒത്തിരി ജീപ്പുകളുണ്ട് കേട്ടോ. ആ ജീപ്പിലൊക്കെയാണ് ഇവിടെ ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകുന്നത്. മല കയറിയത് രാത്രി ആയതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. മല ഇറങ്ങുമ്പോഴാണ് ഇപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. പച്ചക്കറികളും കപ്പയൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മല ഇറങ്ങി അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു തട്ടുകട പോലുള്ളൊരു സ്ഥലത്ത് കയറിയേക്കുവാണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് കടയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഒന്ന് കാണാം. മീ ഓങ്ലോക്ക് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. നമ്മുടെ ഒരു സൂപ്പി നൂഡിലൊക്കെ പോലെ ഇനി കുറച്ചുകൂടെ സ്പൈസിയാണ്. കുറച്ചുകൂടെ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നൂഡിൽസും ചിക്കനും പിന്നെ വെജീസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സൂപ്പി നൂഡിൽ പോലെ ഇരിക്കുവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻസിന് ഇഷ്ടമാവുന്ന ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റാണേ. ഇവിടുത്തെ എല്ലാ ഫുഡിനും ഒപ്പം നമ്മുടെ പപ്പടം പോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഇതേപോലുള്ള ക്രാക്കേഴ്സ് ഉണ്ടാവുമേ. അപ്പോൾ ഇതിപ്പോൾ സോയാബീൻ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ക്രാക്കേഴ്സാണ് കേട്ടോ.
ഇവിടുത്തെ റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഞെട്ടും കേട്ടോ. ഇവിടെ എല്ലാം 1000ൻ്റെ കണക്കാണ്. 14,000 രൂപ 34,000 രൂപയൊക്കെയാണ് ഓരോ ഫുഡിന്. പക്ഷേ നമ്മുടെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് റേറ്റ് കുറവാണ്. ഇത് ഇവിടുത്തെ ഒരു ഫ്രൂട്ട് ഷോപ്പാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നല്ല വലിപ്പമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നല്ല വലിപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഡ്യൂറിയാനും കാണാൻ പറ്റും. ഇത് ഡ്യൂറിയാൻ്റെ ഷോപ്പാണ് കേട്ടോ. ഡ്യൂറിയാൻ്റെ ഡിഷസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഗേസ് നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, പനാമ റിസോർട്ട്. ഇതും സെൻട്രൽ ജാവയിൽ തന്നെയാണ്. വോണസോബയിലെ ടൊലോഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. എവിടെ തിരിഞ്ഞാലും ഗ്രീനറിയാണ്. നല്ല അടിപൊളി ഫ്രെയിംസാണ് എവിടെ നോക്കിയാലും. ഇതിവിടുത്തെ കഫറ്റീരിയാണ് കേട്ടോ. എയർ ഫ്രെയിംഡ് ആയിട്ടുള്ള വില്ലാസാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത കേട്ടോ. ചുറ്റും ടീ പ്ലാന്റേഷനാണ്. അതിന് നടുക്കായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. നമ്മുടെ വില്ല ഇതാണ് കേട്ടോ. ഒഡോങ് എന്നാണ് നമ്മുടെ വില്ലയുടെ പേര്. ഓരോ വില്ലയ്ക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറി റൂം എങ്ങനെയുണ്ടെന്ന് കാണാം. റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണേ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. ഇനി നമുക്ക് പുറത്തെ വ്യൂ ഒന്ന് കാണാമേ. ഇതാണ് ഇവിടുത്തെ വ്യൂ. അറിയാണ്ട് നമ്മൾ വാവെന്ന് പറഞ്ഞു പോവാം. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. നേരിട്ട് കാണാനായിട്ട് ഇതിനെക്കാട്ടി ഇരട്ടി ഭംഗിയാണ് കേട്ടോ. No, don't do it. No. No, yeah. Da lấy đi làm bằng này. Bây giờ. Nó là chết. Nó đâu muốn đặt một chút. Appa, അച്ഛൻ്റെ കുറച്ച് പഞ്ചസാര. യാത്ര ചെയ്തു വന്ന ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് കണ്ണിന് കുളിർമയുള്ളൊരു ഈ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ റിലാക്സ് ആയിരുന്നു കേട്ടോ കുറച്ച് നേരം. കോഫി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി കേട്ടോ. ഫാൽദിയും ഫാമിലിയും ഉണ്ട്, ഞങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ മുയൽ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഫുള്ള് പച്ചപ്പാണ് കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ മീനും അതേപോലെ മുയൽ അങ്ങനെയൊക്കെ എല്ലാ സ്ഥലവും യൂട്ടിലൈസ് ചെയ്ത് അവർ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ചുറ്റും തേയിലത്തോട്ടമാണ് കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ ക്യാബിനൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുവാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും. ഇതാണ് ഫാദിയുടെ വൈഫ് ഗീത. ഗീത ഇച്ചിരി ഷൈ ആണ്, പക്ഷെ നല്ല ഫ്രണ്ട്ലി ആണേ. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ ഈ സിപ്പ് ലൈനിൽ കൂടെ പോകുന്നത്. എല്ലാവരും കയറി കേട്ടോ. ചേട്ടന് മാത്രം താല്പര്യമില്ലായിരുന്നു. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അത്. നമ്മളെല്ലാവരും കൂടെ നിർബന്ധിച്ച്
കയറ്റി വിടുകയാണ്. Have you seen that movie, bro? Which one? Final Destination? Yeah. Final Destination. Zit, my boy living la millionaire, flying to the moon. I wasn't expecting my son will be not afraid though. Yeah? Yeah. You gonna take your phone? No, that's okay. Down? Okay. 1, 2, 3, go. Saya yang takut ya mas. ഭയങ്കര ഹൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിങ്ങനെ വലിയ പേടിയൊന്നും ആവത്തില്ല. അപ്പോൾ മോനും ഭയങ്കര കൂളായിട്ട് പോയി വന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് സിപ്പ് ലൈനിൽ കൂടെ പോകുന്നതൊക്കെ. Wait, let me ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. മീനുണ്ട്, മുയലുണ്ട്, അതേപോലെ തന്നെ തേയിലത്തോട്ടമുണ്ട്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല പച്ചപ്പാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നും. നടന്ന് കുറച്ച് തളർന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കപ്പിൾ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഒരു കപ്പിൾ ജാക്കറ്റൊക്കെ ഇട്ട് കപ്പിൾ ഫോട്ടോഷൂട്ടിന് ഇരിക്കുവാണേ. ഇവിടുത്തെ കഫറ്റീരിയ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് സ്നാക്സൊക്കെ കഴിക്കാം, അകത്തിരുന്ന് കഴിക്കാം, ഇല്ല പുറത്തും സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പുറത്തിരുന്ന് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. Vanilla coffee. Avocado juice. എല്ലാവരും ഓരോ ഡ്രിങ്ക് പറഞ്ഞു, കുട്ടികളൊക്കെ ഐസ്ക്രീമും പറഞ്ഞു, പിന്നെ ഒരു സ്നാക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ പഴംപൊരിയാണ് കേട്ടോ, പച്ചപ്പഴമാണെന്നേ ഉള്ളൂ. രാത്രി ഇവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ നിലത്തിരുന്നിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്, ഫുഡ് അവിടെ കൊണ്ടുവരും. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ഫുഡായിട്ടുള്ള നൂഡിൽസും മീറ്റ് ബോളും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള ഡിഷസാണ് പറഞ്ഞത്. അങ്ങനെ ഇന്നത്തെ രാത്രി ഇങ്ങനെ കഴിഞ്ഞു. ഇങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.